മുഷ്ടി ചുരുട്ടി തലക്കിടിച്ചു. കഴുത്തിലും ചുണ്ടിലും മുഖം വെച്ച് അമർത്തി. കുനിച്ചു നിർത്തി പുറത്തിടിച്ചു. ബെൽറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു. പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഇരയായ യുവതിക്ക് താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഉള്ളിൽ ഭയമാണ്. സ്ത്രീധനമായി കിട്ടേണ്ട കാറും ബാക്കി സ്വർണവും ചോദിച്ചാണ് ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് യുവതി പറയുന്നത്. ഭർത്തൃമാതാവും വീട്ടുകാരും ഇതിന് കൂട്ടുനിന്നു. പരാതി നൽകിയിട്ടും പോലീസ് നിസ്സാര വകുപ്പ് മാത്രമാണ് ചുമത്തിയതെന്നും ആക്ഷേപമുണ്ട്. രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വടക്കൻപുറവൂർ സ്വദേശിനിയായ യുവതി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ്. ഇന്നലെയാണ് കേരളത്തെ നടുക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത്. വിവാഹിതയായി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി നിരവധി സ്വപ്നങ്ങളുമായി പോയ ഒരു പെൺകുട്ടിയെ 7 ദിവസം മാത്രം പരിചയമുള്ള ഒരാൾ മർദ്ദിച്ച് അവശയാക്കി തിരികെ അവരുടെ വീട്ടിലേക്ക് എത്തുന്ന അവസ്ഥ. ആ അച്ഛനും അമ്മയും ഈ അവസ്ഥയിൽ ഈ സമയത്ത് ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കാൻ കാണിച്ചതോടെ ആണ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ ആ പെൺകുട്ടിയെ സഹായിച്ചത്. 11-ാം തീയതി രാത്രിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. 1 മണിയോടെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ശ്രീധനം പോരായിരുന്നു എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് തർക്കം. ആളിതിൽ കൂടുതൽ ഡിസർവ് ചെയ്തിരുന്നു, ഒരു കാറ് ഡിസർവ് ചെയ്തിരുന്നു എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നേ ദിവസം തന്നെ രാവിലെ രാഹുലിൻ്റെ അമ്മയായിട്ട് ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് കേൾക്കാൻ പാടില്ല എന്താ സംസാരിച്ചെന്നുള്ളത്. സംസാരം കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിനോട് ചോദിച്ചു, എന്താണ് അമ്മ പറഞ്ഞത്? അപ്പം നീ അറിയണ്ട എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു ഡിസ്കഷനൊക്കെ നമ്മൾ അവിടെ വെച്ച് എൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാത്രി നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി പുള്ളിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ അടുത്ത് തന്നെ ആക്കിയിട്ട് പുള്ളി ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പോയതാണ് ആള്. അപ്പോൾ പോയ രാഹുലല്ല പിന്നീട് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത്. കണ്ണൊക്കെ അത്യാവശ്യം ഇങ്ങനെ ചുമന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്തൊക്കെയോ കഴിച്ച ഒരു നോർമൽ അല്ല ആള്. അപ്പം ഞാൻ ആദ്യം വിചാരിക്കുന്നത് മദ്യമാണ് കഴിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്ക് സംശയം ഉണ്ട് ആ കാര്യത്തിൽ, മദ്യം ആയിരുന്നോ കഴിച്ചത് എന്ന് വെച്ചാൽ കൂടി എന്തോ ഒരു സാധനം കഴിച്ചിട്ടുണ്ട്. കാരണം അതിനുശേഷം നമ്മളൊരു ലോങ് ഡ്രൈവ് നടത്തിയായിരുന്നു കോഴിക്കോട് ബീച്ചിലേക്ക്. ഞാൻ പറഞ്ഞായിരുന്നു എന്തോ കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കിത് വേണോ, ഡ്രൈവ് ചെയ്യണോ? ഇല്ലല്ലോ, എനിക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞു. അതായത് ബൈക്ക് ഒരു രീതിയിൽ പോലും സ്കിഡായില്ല. ആ ഒരു രീതിയിലാണ് പുള്ളി ബൈക്ക് ഓടിച്ചത്. അപ്പം എന്തോ ഒരു മദ്യമല്ല, വേറെ എന്തോ ഒരു സാധനം കഴിച്ചിട്ടുണ്ടെന്നാണ്. അത്രയും സ്ട്രോങ് ആയിട്ടാണ് ആ സമയത്ത് പുള്ളി ഇവിടെ നിന്നത്. കോഴിക്കോട് ബീച്ചിൽ ചെന്നപ്പോൾ ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു. അമ്മയുടെ പേരും പറഞ്ഞിട്ടായിരുന്നു അത്. അതായത് അമ്മയോട് ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടായിരുന്നു ആ തർക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, ഇവിടെ നിൽക്കണ്ട. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അന്നേ ദിവസം രാത്രി പുള്ളി ഡോർ ലോക്ക് ചെയ്തു. ശ്രീധരത്തിൻ്റെ കാര്യം എടുത്തിട്ട് തർക്കം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി. കാരണം അന്ന് രാവിലെ അമ്മയായിട്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് എന്തോ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം എനിക്ക് ആ സമയത്താണ് അത് ക്ലിക്കായത്. ഇതെന്തോ മോനെ, എന്തോ മകൻ്റെ മനസ്സിലേക്ക് അമ്മ എന്തോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് രാഹുൽ അങ്ങനെ ബിഹേവ് ചെയ്യില്ല. കാരണം ഇതിന് മുന്നേയും അമ്മ ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു, സ്ത്രീധനം ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്, ഇതിൽ കൂടുതൽ തരുന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അമ്മ അനിയത്തിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. മാഡം ഒരു പരാതി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും അയച്ചു കഴിഞ്ഞു. അതുപോലെ SP-ക്കും പരാതി കൊടുത്തു എന്നാണ് അറിയുന്നത്. എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നിങ്ങൾക്ക് നീതിയുക്തമല്ലാത്ത പെരുമാറ്റമാണ് ഉണ്ടായതെന്ന് മാഡം ആരോപിക്കാനുള്ള കാരണം എന്താണ്? ഈ പ്രശ്നം നടന്ന് പുലർച്ചെയാണ് നമുക്ക് അടുക്കള കാണൽ ചടങ്ങുണ്ടായിരുന്നത്. അപ്പം അന്ന് എൻ്റെ ഫാമിലി ഇതൊക്കെ അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ്സ് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ രാഹുലിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ എത്തിയിരുന്നു. പോലീസ് രാഹുലിൻ്റെ തോളത്ത് കയറ്റി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് രാഹുലിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നുള്ള രീതിയിലാണ്. എൻ്റെ കഴുത്തിൽ ചാർജറിൻ്റെ കേബിൾ വെച്ച് മുറുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. മെയിൻ അത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ആ പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ രീതിയിലല്ല, കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ CAയോട് എൻ്റെ അച്ഛൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ, ഭാര്യ ഭർത്താവും തമ്മിൽ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് വിട്ടേക്കാം എന്നുള്ള രീതിയിലാണ്. CA പറഞ്ഞത് ഇത് എന്താണ്
എന്താണ് കേസുള്ളത്, നിങ്ങൾക്കറിയാവുന്ന ഏത് കേസാണ് ഇതിലുള്ളത്, ആ കേസ് എന്താണെന്ന് വെച്ചാൽ എടുക്കാം എന്നുള്ളത്. അപ്പം നമ്മളെ പരിഹസിക്കുന്ന രീതിയിലാണ് സിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.